നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് യേശു മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പോലെ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ ഒരു വലിയ ചോദ്യത്തിന് മറുപടി നൽകുകയാണ്. ഫരിസേയർ വന്ന് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? അതായത് എല്ലാ യഹൂദന്മാരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതുമായ കാര്യം ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിൽ വരണം. അതായത് ദൈവം ഭരണം നടത്തുന്ന ആ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ ഞങ്ങളുടെ നാട്ടിലുണ്ടാകണം. അതവരുടെ പ്രാർത്ഥനയായിരുന്നു. അതായത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ ഞങ്ങളുടെ രാജ്യം കൈവിട്ടുപോയ അവസ്ഥയാണ്. അതുകൊണ്ട് അവരെല്ലാം പ്രാർത്ഥന. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ആഗമന കാലത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ അവിടെ ഈശോ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: അവിടെ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒത്തിരിയേറെ ആളുകൾ നിങ്ങളെ വഴിതെറ്റിക്കാനും വഞ്ചിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ വിവേകത്തോടെ ബോധപൂർവ്വം നിങ്ങൾ അതിനെ മനസ്സിലാക്കണം, തിരിച്ചറിയണമെന്നുള്ളത്. അതായത് നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്നതിനും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ സങ്കല്പം പറഞ്ഞു കൊടുക്കുക. ഈശോ പറയുകയാണ്, അവിടെ ഇവിടെ ഒന്നും നോക്കേണ്ട കാര്യമെന്ന്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഈശോ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ രാജ്യം അവിടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും എന്നുള്ളത് ഈശോ പഠിപ്പിക്കുകയാണ്. എപ്രകാരമാണ് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ ഈ ഒരു സാന്നിധ്യമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം, നമുക്കൊരു സന്തോഷത്തേക്കാൾ ഉപരി സന്തോഷം കിട്ടും. അതിനേക്കാൾ ഉപരിയായി സംതൃപ്തിയും നമുക്ക് ലഭിക്കും. അതേസമയം തിന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ, അതിൻ്റെ സങ്കടവും വേദനയും ഒക്കെ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, അതായത് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, ആ ക്രിസ്തുവിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം മുഴുവനും ഞാൻ സമർപ്പിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തുടങ്ങുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ചുറ്റും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ദൈവിക സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ എപ്രകാരമാണ് നമുക്ക് ഈ ഒരു ദൈവരാജ്യം അനുഭവവേദ്യമാക്കാനായിട്ട് സാധിക്കുക? അവിടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ മനോഭാവവും മുഖഭാവങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ജീവിത പങ്കാളിക്കായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, മാതാപിതാക്കൾക്കായിക്കോട്ടെ, ഒരു സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു മുഖഭാവം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? രണ്ടാമതായിട്ട് നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒത്തിരിയേറെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും വീഴ്ചകളും ഉള്ളവരെയൊക്കെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. പക്ഷേ ഈ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതിനേക്കാൾ ഉപരിയായി നിരുപാധികം ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു മുറുകെ പിടിച്ച സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആ മൂല്യങ്ങൾ നമുക്കും മുറുകെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? നീതി ലഭിക്കാത്തവർക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ എല്ലാം ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത്, ഈശോ നമുക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പ് പോലെ, പലപ്പോഴും വഞ്ചിക്കപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടാകും.
അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കണമെന്നാണ്. നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. അതായത് പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നത് പോലെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്രിസ്തുവിനെ, ദൈവിക ജ്ഞാനത്തെ നമ്മൾ സ്വന്തമാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നന്മയും തിന്മയും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ പറ്റും. പ്രകാശം ഇരുട്ടിനെ കീറിമുറിക്കുന്നത് പോലെ തിന്മയെ ഉപേക്ഷിക്കുവാനും നന്മയായിട്ടുള്ളതിനെ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഈ ദൈവിക ജ്ഞാനത്താൽ നിറയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിറയുവാനായിട്ട് കർത്താവേ, നിൻ്റെ ജ്ഞാനത്താൽ, ജ്ഞാനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.